ഈ ട്രംപ് വിവിധ രാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയ വ്യാപാര കരാറിനെ കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയുമായും ബ്രസീലുമായും ഉണ്ടാക്കിയത് 50% തീരുവയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ഒരു നീക്കം, അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ട്രംപിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. റഷ്യ ഉൾപ്പെടെ അതിൽ അവർക്കുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിനോടൊപ്പം നിന്ന പല ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു വിഷയങ്ങളിലുമൊക്കെ ട്രംപിനെ കൈയൊഴിയുന്നു, ട്രംപ് ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എന്താ അതിൻ്റെ കൂടുതൽ വിശദാംശം? ട്രംപ് ഒറ്റപ്പെടുന്നു എന്നതിനപ്പുറം ട്രംപ് സ്വയം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവസ്ഥ. തൻ്റെ നടപടി പാളിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പിടിച്ച കടുംപിടുത്തത്തിൽ നിന്ന് ചെറിയ വിട്ടുവീഴ്ച ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. നേരത്തെ ഉള്ള കടുംപിടുത്തത്തിൽ ഇന്ത്യയുമായിട്ട് ഇനി തൽക്കാലം ചർച്ചകളില്ല, ഈ വ്യാപാര താരിഫ് സംബന്ധിച്ച് ഒരു ധാരണയാക്കിയിട്ട് മതി എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ നിലപാട്. പക്ഷേ പിന്നീട് അത് മാറി ചർച്ചയാവാം എന്നുള്ള നിലയിലാണ്. ഈ വരുന്ന 28-ാം തീയതി വരെ സമയമുണ്ട്, അതിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ ധാരണയാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ കലക്കാനുള്ള കുളം ട്രംപ് കലക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ ആദ്യ ടേം മുതൽ ട്രംപിൻ്റെ നിഴലായി ഉണ്ടായിരുന്ന ആളാണ് എലോൺ മസ്ക്. രണ്ടാം ടേമിൽ ട്രംപിന് വേണ്ടി കോടികൾ ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ആളും കൂടിയാണ് എലോൺ മസ്ക്. പക്ഷേ അതിന് അദ്ദേഹത്തിൻ്റെതായ ചില ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് ട്രംപ് ആദ്യം ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് വലിയ തിരിച്ചടിയാണ്, മണ്ടത്തരമാണ്. അമേരിക്കയ്ക്ക് മൊത്തത്തിൽ അവിടുത്തെ വരുമാനം, അമേരിക്കയുടെ തന്നെ വരുമാനത്തെ അത് കാര്യമായി ബാധിച്ചു. ഇയാളെ ചിലവ് ചുരുക്കാൻ വേണ്ടിയൊക്കെയാണ് ഒരു മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയത്. എനിക്ക് വരുമാനം ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ചിലവ് ചുരുക്കാൻ എന്നും പറഞ്ഞാണ് പുള്ളി അവിടുന്ന് വഴക്കിട്ടിറങ്ങിപ്പോയത്. അതിനുശേഷം ട്രംപിൻ്റെ ഏറ്റവും വലിയ വിമർശകനായി മാറി. ട്രംപിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ അടുത്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നവരെ പറഞ്ഞ ആളാണ്. അതുമാത്രമല്ല, ട്രംപിൻ്റെ ചില അവിശുദ്ധ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള തെളിവുകൾ പുള്ളിയുടെ കയ്യിലുണ്ട്, അതെപ്പോൾ വേണേലും പുറത്തു വിടും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പിന്നീട് വന്ന ഒരാൾ എലോൺ മസ്ക് പറയുന്നത്. പിന്നീട് ഈ ട്രംപിനെതിരെ ഏറ്റവും വലിയ വിമർശനമായി വന്നത് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ്, അതായത് നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ അജിത് ഡോവൽ ചെയ്യുന്ന പണി അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആൾ, അയാളുടെ പേര് ജോൺ ബോൾട്ടൺ എന്നാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഇന്ത്യ റഷ്യ ചൈന സഖ്യം അത് അമേരിക്ക കുറേ കാലമായി ഭയന്നിരുന്ന ഒരു സംഗതിയാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അമേരിക്ക കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 10-30 വർഷമായി ഇന്ത്യ അമേരിക്കക്കൊപ്പമായിരുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയെ ഒപ്പം നിർത്തിക്കൊണ്ടിരുന്നു. ആ രീതിയിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. പക്ഷേ അത് 30 ദിവസം കൊണ്ട് ട്രംപ് ഇല്ലാണ്ടാക്കി. ഇനി ആ ഒരു പരിക്ക്, ആ ഒരു വിശ്വാസം ഇന്ത്യക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ഇന്ത്യ അമേരിക്കയെ സംശയദൃഷ്ടിയോടെ കാണും. പഴയ രീതിയിൽ ബന്ധങ്ങൾ സുഗമമാകില്ല എന്നാണ് ജോൺ ബോൾട്ടൺ പറഞ്ഞത്. അദ്ദേഹം അതിന് അനുബന്ധമായി വേറെ പല കാര്യങ്ങളും പറഞ്ഞു. ട്രംപിൻ്റെ ഈ നടപടി വലിയ പിഴവാണ് എന്ന തരത്തിൽ അത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും. ഇപ്പോൾ കുറച്ചുകൂടി കടന്ന് നിലവിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്, അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അമേരിക്കയിലുള്ള ഏറ്റവും വലിയ ഒരു രസകരമായ സംഗതിയാണ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് അതിൻ്റെ നേതാവിനെ വിമർശിച്ച് കഴിഞ്ഞാൽ അച്ചടക്ക നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. അവിടെ അഭിപ്രായം പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരണമുന്നണിക്ക് അനുകൂലമായി പ്രതിപക്ഷം വോട്ട് ചെയ്താലും പ്രതിപക്ഷത്തിന് അനുകൂലമായി ഭരണപക്ഷം വോട്ട് ചെയ്താൽ പോലും വലിയ വിഷയങ്ങളില്ലാത്തൊരു രാജ്യമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നിക്കി ഹാലെ, അവർ UN-ലെ പഴയ US അംബാസഡറായിരുന്നു. അപ്പോൾ വിദേശ നയങ്ങൾ സംബന്ധിച്ച് കൃത്യമായി നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഈ നടപടിയിൽ അവർക്ക് കൃത്യമായ അഭിപ്രായമുണ്ടാകും. ഇപ്പോൾ നിലവിൽ ട്രംപിൻ്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളാണ് നിക്കി ഹാലെ. അപ്പോൾ അവർ പറയുന്നത് ഈ ചൈന എന്ന് പറയുന്ന ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സൈനിക ശക്തി ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രമുഖരാണ്. അപ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യ പോലെ ഒരു സൗഹൃദ രാഷ്ട്രം അമേരിക്കയ്ക്കൊപ്പം ഉണ്ടാകേണ്ടതാണ്, അത് അനിവാര്യമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇല്ലാണ്ടായത്. പാകിസ്ഥാനെയോ ചൈനയോ കൈകാര്യം ചെയ്യുന്ന ലാഘവ ബുദ്ധിയോടെ ഒരിക്കലും ഇന്ത്യയെ കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ താരിഫ് വർധന അതേ തോതിൽ ഇന്ത്യക്കെതിരെ നടപ്പിലാക്കിയത് വലിയ മണ്ടത്തരമാണ്. ഈ പറയുന്ന രീതിയിൽ ചൈന ഒരു വലിയ ആഗോള ശക്തിയായി വളരുന്നത് തടയാനാണ് അമേരിക്ക ഇത്രകാലവും പണിയെടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം നിഷ്പ്രഭമായി.
ഇനി ചൈനയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇന്ത്യ ചൈനയ്ക്കൊപ്പം ചേർന്നു. ഇനി ഇന്ത്യ ചൈന സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യം അത് ലോകത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. ഇത് മാത്രമല്ല, ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സപ്ലൈ ചെയിൻ ഹബ്ബാണ്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരുന്ന ഒരു ഫാക്ടറിയാണ് വാസ്തവത്തിൽ ചൈന. ഇപ്പം ചൈനയുമായിട്ട് അമേരിക്ക രസത്തിലല്ല, ചൈനയുമായിട്ട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് ബദലാകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യ അത് ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു. കുറഞ്ഞ ചെലവിൽ തുണിത്തരങ്ങൾ, ഫോണുകൾ, സോളാർ പാനലുകൾ, മറ്റ് ചെറിയ ചെറിയ സംഗതികളടക്കം കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് നൽകാം. അതിനുള്ള സ്ഥലവും സാങ്കേതിക വിദ്യയും മനുഷ്യവിഭവശേഷിയും ഉള്ള രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ അതാണിപ്പോൾ ഇല്ലാണ്ടായത്. അതുമാത്രമല്ല, ചൈന എന്ന് പറയുന്നത് അവിടെ ഈ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ നിർമ്മിക്കാൻ പറ്റിയ ജോലിക്കാരവിടെ ഉണ്ട്. പക്ഷേ അവരുടെ പ്രായം ഒരു പ്രശ്നമാണ്. ഈ ഇന്ത്യയിൽ ഉള്ള ജനസംഖ്യ, രണ്ടുപേരുടെയും ജനസംഖ്യ താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ചൈനയും. പക്ഷേ ഇന്ത്യയിലുള്ള വർക്ക് ഫോഴ്സ്, ഇവിടെയുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കുന്നവർ, അവരുടെ പ്രായവും ചൈനയിലുള്ള തൊഴിലാളികളുടെ പ്രായവും നോക്കുമ്പോൾ അന്തരമുണ്ട്. ചൈന ഈ ജനസംഖ്യാ നിയന്ത്രണ പരിപാടികളൊക്കെ നടപ്പിലാക്കിയതോടുകൂടി അവിടെ ഈ പ്രായമായവരാണ് ഇപ്പോഴും ഈ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നത്. അപ്പോൾ വളരെ യങ് ആയിട്ടുള്ള, വളരെ ഊർജ്ജസ്വലരായ തൊഴിൽ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണിപ്പോൾ ഇല്ലാണ്ടാകുന്നത്. ആ രീതിയിലും ഉപയോഗിക്കാമായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യ സാമ്പത്തികമായ വളരെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. ഈ വേഗം അഭിവൃദ്ധിപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ മുന്നേറിക്കൊണ്ട് ഏതാണ്ട് 3ാമത് സ്ഥാനത്തോ മറ്റാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളരാൻ സാധ്യതയുള്ള ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഈ നടപടി അത് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്നാണ് നിക്കി ഹാലെ പറഞ്ഞു വെക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങൾ, നികുതി പരിഷ്കരണ നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവർ അല്ലെങ്കിൽ തലയിൽ ആൾതാമസമുള്ളവരെല്ലാം തന്നെ ഇത് പണിയാണ്, ഇത് ഒരിക്കലും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം ട്രംപിനോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇതിപ്പോൾ പ്രമുഖരായവർ മാത്രമാണ്. അവിടെയുള്ള പല സെനറ്റർമാരും, അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പല സെനറ്റർമാരും അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുമെല്ലാം തന്നെ ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ നയം അത് പണി കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്ത്യയെ ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. കാര്യം പ്രതിസന്ധികൾ ഇതിനു മുമ്പും അഭിമുഖീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ, പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഈ ഇറാനും റഷ്യയ്ക്കുമൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷേ ആ പ്രശ്നത്തെ അതിജീവിച്ച ഒരു രാഷ്ട്രമാണ്. ഇവിടെ സുനാമി വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചു, കോവിഡ് വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചു. അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നു. ലോകത്തെ വമ്പൻ രാഷ്ട്രങ്ങളും വ്യവസായ ശൃംഖലകളും എല്ലാം തകർന്നടിഞ്ഞപ്പോഴും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമായിരുന്നു. കാരണം ഇവിടെ ദേശസാൽകൃതമായ ബാങ്കിങ് നെറ്റ്വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ അതിജീവിച്ച ഒരു രാഷ്ട്രത്തെ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടിയാണ് ട്രംപ് നടപ്പിലാക്കിയത് എന്നുള്ള കൃത്യമായ നിരീക്ഷണം അവിടെ ബോധമുള്ളവർ നടത്തുന്നുണ്ട്. ബോധമില്ലാത്ത ട്രംപ് ഇപ്പോഴും എന്തൊക്കെയെങ്കിൽ ചെയ്യും. ചിലപ്പോൾ പിൻവലിച്ചേക്കാം. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. പിൻവലിച്ചാൽ അവർക്ക് നല്ലത്. അതായത് ഇന്ത്യ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഈ ഭീഷണിക്ക് തൽക്കാലം വശം വെച്ച് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്.